سلامتك انت ولي. لا بعيد. لا بعيد. Next station, الله يسلمك. Terminal 5, national carriers for domestic flights. നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ലഗേജ് വെക്കാനുള്ള സ്പേസ് ആട്ടെ ഇത്. ഇതിൽ നമ്മൾ സാധനങ്ങൾ ലഗേജൊക്കെ ഇവിടെ വെക്കാം. ലഗേജ് കൊണ്ടുവന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ചെങ്ങന്മാരെ ഞാനിപ്പോൾ റിയാദിലുള്ളത്, സൗദി റിയാദിലുള്ളത്. നല്ല എക്സൈറ്റ്മെൻ്റ് ആണുള്ളത്. കാരണം വെച്ചാൽ മെട്രോ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ. റിയാദ് മെട്രോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മെട്രോ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ആകെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഡിസംബർ ആദ്യ വാരത്തിലാണ് മെട്രോ ഓപ്പൺ ആയത്. പിന്നെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഫസ്റ്റ് ഷെഡ്യൂളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ പിന്നെ 2 കളറാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് 2 ലൈനിലേക്ക് പോകുന്ന ട്രെയിനാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം എത്താറായി. ഞാനിപ്പോൾ പോകുന്നുള്ളത് എവിടെ നിന്ന് വെച്ചാൽ നമ്മളെ ഉസ്മാൻ അഫാൻ സ്റ്റേഷനിലാണ് കേട്ടോ. ഉസ്മാൻ അഫാൻ സ്റ്റേഷനിലാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ നമുക്കിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ഈ 2 പാർട്ട് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വണ്ടി ഒന്ന് എവിടെയെങ്കിലും വന്ന് പാർക്ക് ചെയ്യട്ടെ. പിന്നെ 2ാം ഘട്ടം ഓപ്പൺ ആകുന്നത് ഡിസംബർ 15. 3ാം ഘട്ടം ഫുള്ളായിട്ട് ഓപ്പൺ ആകുന്നത് ജനുവരി 5 കേട്ടോ. ഇപ്പോൾ ട്രെയിൻ ഞാൻ കാണിച്ചില്ല. ട്രെയിൻ അത് അവിടെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് മെട്രോ സ്റ്റേഷൻ, ഉസ്മാൻ അഫാൻ സ്റ്റേഷൻ. ട്രെയിൻ അത് പോയിക്കൊണ്ടുള്ളത്. നമ്മൾ ഏതായാലും വണ്ടി അവിടെ എവിടെയും പാർക്ക് ചെയ്യണം. പാർക്കിൽ നടന്ന് അങ്ങോട്ടേക്ക് പോകണം. ഫുള്ള് പാർക്കിങ്ങിന് വണ്ടി ഉണ്ടാ. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ അവർ ട്രെയിനിന് പോവാണ്. അപ്പോൾ ഒരു ട്രാഫിക് ഒരുപാട് കുറയും. നമുക്ക് ഏതായാലും വണ്ടി പാർക്ക് ചെയ്ത് നേരെ അതിൻ്റെ അകത്ത് കയറുന്ന പ്രൊസീജിയറും കാര്യമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ. ട്രെയിൻ വരുന്നുണ്ട്. 2 ബോഗിയുള്ള ട്രെയിനാണ് ഇപ്പോൾ വരുന്നുള്ളത്. 4 ബോഗിയുള്ളതും ഉണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ടില്ല. ഇതിപ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. നേരെ പോകുന്നത് KFD എന്ന് വെച്ചാൽ കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ വണ്ടി വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് ഒരു ട്രെയിനിന് പോകുന്നതാണ്. ട്രെയിൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രയോ ട്രാഫിക് കുറയും. അതായത് റിയാദിലെ ട്രാഫിക്കിന് ഒരുപാട് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. അങ്ങോട്ടൊക്കെ ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോയിക്കുക. ഇത് ഉസ്മാൻ അഫാൻ സ്റ്റേഷന് താഴത്തുള്ള ബസ് സ്റ്റോപ്പാണ്. നമുക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് പോകുന്ന റൂട്ടും കാര്യമൊക്കെ ഇവിടെ ഉണ്ടാവും. ഏതൊക്കെ ബസ് ഏതൊക്കെ ഭാഗത്ത് പോകുന്നില്ല ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റേഷനിൽ പോകാം. മേലെ സ്റ്റേഷന് മേലെ പോയിട്ട് വേണം ടിക്കറ്റ് കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എക്സ്പെക്റ്റൊക്കെ ഉണ്ട് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഈ ഭാഗത്ത്. ഇവിടെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, അത് ഏതൊക്കെ റൂട്ടിൽ പോകുന്നില്ല ഡീറ്റെയിൽസ് ഒക്കെ മൊത്തം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ കളർ തിരിച്ചിട്ടാണ് ഇവിടെ പിന്നെ ട്രെയിൻ റൂട്ടുള്ളത്, ഓരോ ലൈനുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഉസ്മാൻ അഫാൻ സ്റ്റേഷനിലുള്ളത്. ഉസ്മാൻ അഫാൻ സ്റ്റേഷനിൽ നേരെ പോകുന്നുള്ളത് കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ കൂടാതെ നസീമിലേക്ക് പോകുന്നുണ്ട്, എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് റിയാദ് മെട്രോ ആണ്. റിയാദ് മെട്രോയിലാണുള്ളത്. ഇപ്പോൾ മെട്രോ ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഉസ്മാൻ അഫാൻ സ്റ്റേഷനാണുള്ളത്. ഉസ്മാൻ അഫാൻ സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ കാണുന്നില്ല. ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് പിന്നെ നേരെ ഒന്ന് മെട്രോ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ബത്തൊക്കെ എടുക്കുമ്പോൾ 15 റിയാൽ വരും. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ശവക്ക് വെച്ച് നമ്മുടെ ATM കാർഡ് വെച്ചിട്ട് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് പോകാം. സ്കാൻ ചെയ്തിട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് 4 റിയാൽ, 2 മണിക്കൂറൊക്കെ 4 റിയാലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യാണ്ട് പോകുന്നുണ്ട്. ഉസ്മാൻ അഫാൻ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഇവിടുന്ന് ഇപ്പോൾ നസീമിലേക്കും പോവാം, എയർപോർട്ടിലേക്കും ഇവിടുന്ന് പോകാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തുള്ളത് 2 മണിക്കൂറേക്കാണ്. 2 മണിക്കൂർക്ക് 4 റിയാൽ. അപ്പോൾ 4 റിയാൽ കൊണ്ട് നമുക്ക് നസീമ് പോയിട്ട് വരാമെന്നുള്ളതിലാണ് പോകുന്നത്. റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നുള്ളത്. മെട്രോ റെയിൽവേ ട്രാക്ക്. എയർപോർട്ടിലേക്കും അതുപോലെ നസീമിലേക്കും പോകുന്ന ട്രെയിൻ ഇവിടെ നിന്നാണ്. അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ട്രെയിൻ വന്ന് നിൽക്കുന്ന സ്ഥലം. അപ്പം ഇതിപ്പോൾ നസീമിലേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. ഇവിടെ വന്ന് ട്രെയിൻ ഇവിടെ നിൽക്കും. നസീമിലേക്ക് പോകുന്നത്. ആ ട്രെയിൻ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ട്രെയിനാണ് പോകുന്നുള്ളത്. നമ്മളിപ്പോൾ പോകുന്നുള്ളത് നേരെ നസീമിലേക്ക് പോയിട്ട് വരാം. ഇതാണ് ഉസ്മാൻ അഫാൻ. ഇപ്പോൾ കാർ പാർക്കിംഗ് ഉണ്ടല്ലേ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കാർ പാർക്കിംഗ് ഉണ്ടോ? കാർ പാർക്കിംഗ് ഇത് മൊത്തം ആൾക്കാർ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് പിന്നെ മെട്രോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ട്രാഫിക് കുറയും. റിയാദിൽ ഭയങ്കര ട്രാഫിക്. നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലാസ്. നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിലല്ല നമുക്ക് കയറുന്നത്, നമ്മൾ നോർമലാണ്. ഫസ്റ്റ് ക്ലാസ്സിലാണ്, നമുക്ക് അപ്പുറത്ത് നോർമലിൽ കയറാം. ഫാമിലി, ഇത് ഫാമിലി സെക്ഷനാണ്. ഫാമിലി അല്ല, നമുക്ക് ഇത് സിംഗിൾ.
ഓക്കെ സിംഗിൾ കയറാം. International flights. ഓട്ടോമാറ്റിക് അതിൽ ട്രെയിൻ ഡ്രൈവറൊന്നും ഇല്ലാത്ത ട്രെയിനായിരുന്നു. ഇത് ട്രെയിനിലൊരു പിന്നെ ഗാർഡാണ്. ട്രെയിൻ ഡ്രൈവറാണ്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ട്രെയിൻ. ദിസ് ഇസ് ഓട്ടോമാറ്റിക് സർ. ഓട്ടോമാറ്റിക് ബസ് system. സിസ്റ്റം. അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ദിസ് ട്രെയിൻ. Okay. That's it. For design or for This now you now have not driver, right? yeah, Automatic. automatic now. This Traffic one- controller is control the train now Control train in. from them side. ഓക്കെ. ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒരു ഓഫീസിൽ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. ഓക്കെ, താങ്ക് യു. സാബിക് സ്റ്റേഷനിലാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. സാബിക് സ്റ്റേഷൻ ഇത് സിംഗിൾ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അതിനപ്പുറത്ത് ഫാമിലി സെക്ഷൻ, പിന്നെ അപ്പുറത്ത് ലാസ്റ്റ് ഫാമിലി സെക്ഷൻ ഉണ്ട്, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അങ്ങനെ 3 പാർട്ടാണുള്ളത്, 3 സെക്ഷനുണ്ട്. ഇപ്പോൾ സാബിക് സെക്ഷൻ ഇവിടുന്ന് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് കട്ടാക്കി നേരെ പോകുന്നത് നസീമിലേക്ക്. നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടെ. നമ്മളിപ്പോൾ കയറി ട്രെയിൻ മാറിയിട്ടാണുള്ളത്. ഇപ്പോൾ റൈറ്റ് കട്ടാക്കുന്ന വെച്ചാൽ നസീമിലേക്കല്ല പോയത്. ഇപ്പോൾ നേരെ പോകുന്നുള്ളത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ കയറിയിട്ടുള്ള ട്രെയിൻ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ് കയറിയിട്ടുള്ളത്. എന്തായാലും നന്നായി എയർപോർട്ടൊക്കെ കണ്ട് കറങ്ങിയിട്ട് വരാം. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ലാത്ത മെട്രോ ട്രെയിനാണിത്. ഇതിൻ്റെ നീളം 172 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമുള്ളത്. ഇതിൻ്റെ ഓണറായിട്ട് പറയുന്നത് ദ റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി, അതായത് RCRC എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 6 ലൈനാണ് മൊത്തത്തിലുള്ളത്. 6 ലൈൻ, 6 കളർ, അതായത് ബ്ലൂ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, പർപ്പിൾ, അങ്ങനെ 6 കളറിൽ 6 ലൈനാണ് തരം തിരിച്ചിട്ടുള്ളത്. 85 സ്റ്റേഷനാണ് മൊത്തത്തിലുള്ളത്. 85 സ്റ്റേഷനിൽ ഇപ്പോൾ 25 സ്റ്റേഷനാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് ഡിസംബർ 1-ന് കിങ് സൽമാൻ, അതായത് സൗദിയുടെ രാജാവായ കിങ് സൽമാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇതിൻ്റെ 2ാം ഘട്ടം ഓപ്പൺ ആവുന്നത് ഡിസംബർ 15-നാണ്. അത് കഴിഞ്ഞ പിന്നെ അതായത് ജനുവരി 5, 2025-ന് മൊത്തത്തിൽ എല്ലാ ട്രെയിനും ഓപ്പൺ ആവും. ഈ എല്ലാ കളറിലുള്ള ഇപ്പോൾ 6 കളറുണ്ടല്ലോ, 6 ലൈൻ, ഈ 6 ലൈനും ജനുവരി 5 മൊത്തത്തിലെല്ലാം ഓപ്പൺ ആവും. പിന്നെ എല്ലാ ഭാഗത്തേക്കുള്ള റൂട്ട് കണക്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട്, അതായത് റിയാദിലുള്ളവർക്കും പിന്നെ ഒരുപാട് വിദേശികൾക്കും സ്വദേശികളും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ട്രാഫിക് ഒരുപാട് കുറയും. പിന്നെ ഡ്യൂട്ടിക്ക് കറക്റ്റ് ടൈമിന് ഡ്യൂട്ടിക്ക് എത്താം. ഒരുപാട് ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ റിയാദിൽ. ഒരുപാട് ബ്ലോക്ക് എന്ന് വെച്ചാൽ അത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റിയിൽ ഒന്നാണ് റിയാദിൽ വളരെയധികം ട്രാഫിക്കാണ്. രാവിലെ ഓഫീസ് ടൈമിൽ ആ സമയത്തും അതുപോലെ വൈകുന്നേരം ഓഫീസ് വിട്ടു വന്ന സമയത്തും ഭയങ്കര ബ്ലോക്കാണ്. എല്ലായിടത്തും ഭയങ്കര ബ്ലോക്കാകുന്നുണ്ട്. അപ്പോൾ ആ ബ്ലോക്കിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ റിയാദ് മെട്രോ ഏകദേശം 60% ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഇവർ ജോലി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. 20% ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് നമ്മളിതിനെ അതായത് ഒരു വിനോദസഞ്ചാരമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി 20% ആൾക്കാർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിലാണ് ഇവരെ സെൻസറിൽ ഏകദേശം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നോക്കാം, നമുക്ക് ഏതായാലും ഒരുപാട് ആൾക്കാർക്ക് ഉപകരിക്കുന്നൊരു സംഭവം തന്നെയാണ് റിയാദ് മെട്രോ. ഏതായാലും നമുക്ക് റിയാദ് മെട്രോൻ്റെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അടുത്ത സ്റ്റേഷൻ നമുക്ക് എത്താൻ പോകുന്നത് നൂറ യൂണിവേഴ്സിറ്റിയാണ്. അതായത് എയർപോർട്ട് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനാണ്. നൂറ യൂണിവേഴ്സിറ്റി ഉള്ള സ്റ്റേഷനാണ് ഇത്. Destination Terminal 1 and 2. Foreign carriers for
ആ കാണുന്നത് കേട്ടോ നൂറ യൂണിവേഴ്സിറ്റി. നൂറ യൂണിവേഴ്സിറ്റി 10 വർഷം മുമ്പ് അതിനകത്ത് ട്രെയിൻ ഉണ്ട് കേട്ടോ. മെട്രോ ട്രെയിൻ അതിനകത്ത് 10 വർഷം മുമ്പേ. കാരണം പഠിക്കുന്ന സ്റ്റുഡൻസിന് ഓരോരോ സെക്ഷനിൽ നിന്ന് മാറി അവർ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ദൂരമുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് വിസ്തീർണമുള്ള സ്ഥലമാണ് ആ യൂണിവേഴ്സിറ്റി. വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതിനകത്ത് നിന്ന് അങ്ങോട്ടും കൂടെ പോകാൻ വേണ്ടിയിട്ട് പണ്ടേ മെട്രോ ട്രെയിൻ ഉണ്ട് അതിനകത്ത്. നമ്മൾ എത്തിയിട്ടുള്ളത് നൂറ യൂണിവേഴ്സിറ്റി 2 ആട്ടാ. അപ്പോൾ നൂറ യൂണിവേഴ്സിറ്റി 2 സ്റ്റേഷനാണുള്ളത്. നൂറ യൂണിവേഴ്സിറ്റി 1ഉം 2ഉം ഉണ്ട്. കാരണം അത്രയും നീളം കൂടിയ സ്ഥലം, ഒരുപാട് വിസ്തീർണമുള്ള സ്ഥലമാണ് നൂറ യൂണിവേഴ്സിറ്റി. ഒരുപാട് വിസ്തീർണം ഉള്ള ഒരു കോളേജാണ്. എത്രയോ ഏക്കർ സ്ഥലത്താണ് ആ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മെട്രോ ലൈൻ കൂടിയാണ് റിയാദ് മെട്രോ. അങ്ങനെ ഒടുവിൽ നീങ്ങിത്തുടങ്ങി ഡ്രൈവറില്ല മെട്രോ, റിയാദിൻ്റെ മെട്രോ. 2013 നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് 10 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നീല, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, വയലറ്റ് എന്നീ 6 നിറങ്ങളിലാണ് ട്രെയിൻ സർവീസുകൾ. റെയിൽപാതക്കും ട്രെയിനുകൾക്കും ഒരേ നിറം തന്നെയാണുള്ളത്. മെട്രോ സ്റ്റേഷനുകളെയും നഗരത്തിലെ മുക്കുമൂലയും ബന്ധിച്ചിരിക്കുന്ന റിയാദ് ബസ് സർവീസ് നേരത്തെ ആരംഭിച്ചിരുന്നു. ഈ ബസ് സർവീസിനെ ട്രെയിൻ സർവീസുമായി ബന്ധിപ്പിക്കും. ആദ്യഘട്ടത്തിൽ 3 ലൈനുകളാണ് തുറന്നിരിക്കുന്നത്. ഒലയ, ബഥ, അൽഹൈർ എന്നീ ബ്ലൂ ലൈനുകളാണ് ഒന്നാമത്തേത്. കിങ് അബ്ദുള്ള റോഡിന് സമാന്തരമായി പോകുന്ന റെഡ് ലൈനും ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വയലറ്റ് ലൈൻ അബ്ദുൽ റഹ്മാൻ ബിൻ ഔഫ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വയലറ്റ് ലൈനും ആരംഭിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 2ാം ഘട്ടം ഓപ്പൺ ആവുന്നത് ഡിസംബർ 15-നാണ്. ഡിസംബർ 15-ന് 2ാം ഘട്ടം ഓപ്പൺ ആവും. പിന്നെ 3ാം ഘട്ടം ഓപ്പൺ ആവുന്നത്, അതായത് എല്ലാം ഓപ്പൺ ആവുന്നത് ജനുവരി 5-നാണ്. ജനുവരി 5-ന് എല്ലാ ലൈനും ഓപ്പൺ ആവും, എല്ലാ കളറും ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് എയർപോർട്ട് സ്റ്റേഷൻ കേട്ടോ. എയർപോർട്ടിലേക്കുള്ള വഴി ലാസ്റ്റ് സ്റ്റേഷനാണ്. അണ്ടർഗ്രൗണ്ട് പാസിംഗ് ആണ് കൂടുതലും. അണ്ടർഗ്രൗണ്ട് പാസിംഗ് ആണ് ഈ മെട്രോ ലൈനുള്ളത് കൂടുതലും. അതായത് സിറ്റിൻ്റെ അത് കൂടിയിട്ടുള്ള ഭൂമിക്കടിയിൽ കൂടിയിട്ടാണ് കൂടുതലും പാസിംഗ് ഉള്ളത്. ടെർമിനൽ 3 and 4ലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എയർപോർട്ട് ടെർമിനൽ 3 and 4ലേക്കാണ്. അടുത്ത സ്റ്റോപ്പ് ടെർമിനൽ 1 and 2. അത് ലാസ്റ്റ് സ്റ്റോപ്പാണ് ടെർമിനൽ 1 and 2. ഇത് ടെർമിനൽ 3 and 4. അടുത്തത് 3 and ലാസ്റ്റ് സ്റ്റേഷൻ. ഇത് ലാസ്റ്റ് സ്റ്റേഷൻ കേട്ടോ. ലാസ്റ്റ് സ്റ്റേഷൻ ഇത് എയർപോർട്ടാണ്. എയർപോർട്ട് സ്റ്റേഷൻ ഇത് ലാസ്റ്റ് സ്റ്റേഷൻ. ഇത് ലാസ്റ്റ് സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റേഷനിലേക്കാണ് എത്തിയിരുന്നത്. ഇപ്പോൾ ടെർമിനൽ 3. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇത് എയർപോർട്ടിൽ ലാസ്റ്റ് സ്റ്റേഷൻ കേട്ടോ. ഈ ട്രെയിൻ ഇപ്പോൾ ഞാൻ വന്ന ട്രെയിൻ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേഷനാണ് ഇത് എയർപോർട്ടിലേക്കുള്ളത്. 3 and 4 ആണ്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനുള്ളവർ നേരെ ഇവിടുന്ന് എക്സിറ്ററിൽ ഇറങ്ങിയിട്ട് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കേട്ടോ. എയർപോർട്ടിലേക്ക് അതുപോലെ എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അതിലെ വഴി ഇതിലെ ഈ എസ്കട്ട് ഉണ്ടല്ലോ, ഈ വരുന്ന വഴി ഈ വേല കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടത്തേക്ക് തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്താം. പിന്നെ ഇവിടുന്ന് താഴ്ന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് എവിടത്തേക്കാണ് പോകേണ്ടത് അവിടത്തേക്ക് പോകാം. ഇതിപ്പോൾ എക്സിറ്ററിൽ താഴെ ഇറങ്ങിയിട്ട് വേണം വീണ്ടും നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ ട്രെയിനിൽ കയറിയിട്ട് തിരിച്ചു പോകാൻ. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇതാട്ടാ. ഇതാണ് നേരെ എയർപോർട്ടിലേക്ക് പോകേണ്ടത്. എയർപോർട്ട് അതുപോലെ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ എയർപോർട്ട് അതേപോലെ എയർപോർട്ട് ഇറങ്ങിയിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരാം. അവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ ടിക്കറ്റ് എടുക്കാം. ഇവിടെ സ്കാൻ ചെയ്യാം. ടിക്കറ്റ് എടുക്കുന്നില്ലെങ്കിലും നമുക്ക് ആപ്പിൾ പേ വഴി അല്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്തിട്ട് ഇവിടെ 4 റിയാലാവുള്ളൂ. ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ 15 റിയാൽ കൊടുത്തിട്ട് കാർഡ് എടുക്കണം. ഒരു അത് എടുക്കുന്നില്ലെങ്കിൽ 4 റിയാൽ കൊടുത്തിട്ട് ഇവിടുന്ന് സ്കാൻ ചെയ്യുക. 4 റിയാൽ കട്ടാവുള്ളൂ. സ്കാൻ ചെയ്തിട്ട് നേരെ വരാം. ഇതിപ്പോൾ നമുക്ക് വന്ന സ്റ്റേഷൻ, ഇത് നമ്മൾ വന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത് അവിടെ സ്റ്റേഷനിലേക്ക്. ആ സ്റ്റേഷൻ നമ്മൾ തിരിച്ച് പോയിട്ട് അതായത് KFD എന്ന് വെച്ചാൽ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്. അവിടത്തേക്ക് പോകുന്ന റൂട്ട് ഇതാണ്. ഇവിടെ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് മേലെ പോയിട്ട് അല്ലെങ്കിൽ എക്സിറ്റ് ഉണ്ട് അവിടെ. അവിടുന്ന് മേലെ പോയിട്ട് അടുത്ത ട്രെയിനിൽ നേരെ തിരിച്ചങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കാഴ്ച കാണാം. എക്സിറ്റിൽ കയറി മേലെ പോയിട്ട് നമുക്ക് അവിടുന്ന് നേരെ KFD എന്ന് വെച്ചാൽ ഫുൾ ഫോം കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ആ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിന് ഏകദേശം 10-12 വർഷം ഇത്
പണി തുടങ്ങിയിട്ട്. അതിപ്പോൾ അടുത്ത ഏകദേശം ഫിനിഷ് ആയി. ഇനി കുറച്ച് കൂടി പണി ബാക്കിയുണ്ട്. അതുപോലെ ഈ മെട്രോ ട്രെയിനും ഏകദേശം 10 വർഷത്തിലധികമായിട്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഫിനിഷ് ആയത്. ഫിനിഷായിട്ട് കുറച്ച് 1-2 വർഷമായി. അപ്പോൾ അതിൻ്റെ ട്രയലൊക്കെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. 2 വർഷം വരെ ട്രയലായിരുന്നു. പിന്നെ ഇത് ബന്ധപ്പെട്ട് ഇതിനായിട്ട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ബസ് സർവീസ് ഇതേ നമുക്ക് ഈ 4 റിയാലിലും ബസ്സിലും പോകട്ടാ. ഈ 2 മണിക്കൂർ യൂസ് ചെയ്യുക, ബസ്സിന് യൂസ് ചെയ്യുക. സ്റ്റേഷനിൽ ആരും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ഫ്ലൈറ്റ് അങ്ങനെ ഖത്തർ എയർവേസ് തോന്നുന്നു. ഖത്തർ എയർവേസ് ടേക്ക് ഓഫ് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൽ ഇതിപ്പോൾ ട്രെയിനിൽ നമുക്ക് ട്രെയിനിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ട്രെയിനിൻ്റെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇതിന് കണക്റ്റായിട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ട്രെയിൻ അത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ ഇതിൻ്റെ ഗാർഡായിട്ട് സംസാരിച്ചില്ല. ഇതിൻ്റെ ഓഫീസറാണ് ഇതിൻ്റെ ട്രെയിനിൽ. മൂപ്പര് അതേ കൺട്രോളാണ് ഉള്ളത്. പിന്നെ അപ്പോൾ മൂപ്പരിനെ ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞു വെച്ചാൽ ഇതിൽ കൺട്രോൾ ചെയ്യുന്നുള്ളത് കൺട്രോൾ റൂമുണ്ട്. ഇപ്പോൾ ഇതിൽ ഡ്രൈവറൊന്നും ഇല്ലല്ലോ. ഇതിന് മൊത്തം കൺട്രോൾ റൂമിൽ ഇതിനകത്ത് മൊത്തം കൺട്രോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവിടുന്ന് അവർക്കെല്ലാം ഇവിടുന്ന് അവർക്ക് കാണാൻ പറ്റും. ക്യാമറക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാം കാണാൻ പറ്റും. നമുക്ക് ഏതായാലും ഈ സ്റ്റേഷനിൽ കയറി നേരെ നമുക്ക് വിടാം. ഇതുണ്ട് കാണുന്നില്ലേ, 2KFT, അതായത് ഇവിടുന്ന് പോകുന്ന റൂട്ട് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ്, പിന്നെ ഫസ്റ്റ് വരുന്ന ഫസ്റ്റ് ക്ലാസ്സാണ്. പിന്നെ വരുന്നുള്ളതും ഇതുകൂടെയും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഡോർ തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്നത് ഫാമിലി സെക്ഷൻ. ഇത് ഫാമിലി കയറാനുള്ള ഡോറ്. സിംഗിളിന് കയറാനുള്ള ഡോറ് ഏറ്റവും ബാക്കിലായിരിക്കും. ഏറ്റവും ബാക്കിലാണ് സിംഗിളിന് കയറാനുള്ള ഡോറ്. ഇവിടെയാണ് സിംഗിളിന് കയറാനുള്ള ഡോറുള്ളത്. നമ്മളിപ്പോൾ സിംഗിളാണ്. അപ്പോൾ സിംഗിളാണ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ട്രെയിൻ ഇവിടെ വന്ന് കറക്റ്റ് ഈ ഡോറിന് കണക്കാക്കിയിട്ട് ട്രെയിനിൻ്റെ ഡോറ് കറക്റ്റ് ഉണ്ടാവും. ഇവിടുന്ന് സിംഗിളിൽ കയറാം. താഴ്ന്ന എക്സലേറ്റർ കൂടാതെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ കൂടി കിട്ടും വരാം. എയർപോർട്ടിൻ്റെ നല്ല വെയിലായതുകൊണ്ട് അതായത് ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് അവിടെ കുറേ ഫ്ലൈറ്റ് അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ട്രെയിൻ ആ സൈഡിൽ പോകുന്നുണ്ട്. ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ കയറാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ കുറച്ച് ഇരുന്നിട്ട് യാത്ര ചെയ്യാം. സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാട്ടോ. അത് നല്ല റെക്സിൻ പോലെ നല്ല അടിപൊളി സീറ്റ്. ഇത് നമ്മളെ ഗാർഡ്. വീണ്ടും വന്നിട്ട് നമ്മളെ ഗാർഡ്. Next station, Terminal 5, National Carriers for Domestic Flights. Destination, KAFD, King Abdullah Financial District. ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് വരുന്നുള്ളത് നമ്മളെ ദമാം എയർപോർട്ട് കേട്ടോ. ഏറ്റവും സൗകര്യം കാര്യമുള്ള. ട്രെയിനിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ട്രെയിനിൻ്റെ ബാക്ക് ഭാഗമാണുള്ളത്. അപ്പുറം നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ലഗേജ് വെക്കാനുള്ള സ്പേസ് ആട്ടെ ഇത്. ഇതിൽ നമ്മൾ സാധനങ്ങൾ ലഗേജൊക്കെ ഇവിടെ വെക്കാം. ലഗേജ് കൊണ്ടുവന്നാൽ അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ ഇരിക്കുന്ന സീറ്റല്ലേ. ഇവിടെ ലഗേജൊക്കെ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് അവിടെ പോയി സീറ്റിംഗ് ഇരിക്കാം. ഇത് അപ്പുറം വരുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്. അതുപോലെ അവിടെ ലഗേജ് ഉണ്ട്. ഇതിൻ്റെ സിറ്റിങ് ഗാർഡ് ഇരിക്കാനുള്ള സിറ്റിംഗ് ഉണ്ടോ ഫുള്ളായി കഴിഞ്ഞാൽ വികലാംഗർക്കുള്ള സിറ്റിംഗാണ് ഇവിടെ കാണുന്നത്. വീൽ ചെയർ സ്പേസ്. ഇത് വീൽ ചെയറിൻ്റെ സ്പേസും അതായത് വികലാംഗർക്ക് വന്നിരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സ്റ്റേഷൻ്റെ പേര് ഡിസ്പ്ലേയിൽ ഇങ്ങനെ എഴുതിയിട്ട് കാണിക്കും. ستفتح أبواب الجانب الأيمن.
الله يسترك. سلامة المتولي. لا 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 بعيد. لا لا بعيد بعيد. Next station, الله يسترك. എമർജൻസി സ്റ്റോപ്പ് ഉണ്ട്. എമർജൻസി ഡൗൺ ചെയ്താൽ എമർജൻസി സ്റ്റോപ്പ് ചെയ്യും. ഇവിടുത്തെ ലെവർ ആക്ടിവേറ്റ് എമർജൻസി സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സംസാരിക്കാം. അത് എമർജൻസി ആയിട്ട് നമുക്ക് ഹോട്ടൽ ക്ലിക്ക് ചെയ്താൽ ഇവര് കൺട്രോൾ റൂമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കാർഡുണ്ട് കേട്ടോ. അവർ 24 മണിക്കൂർ അതിൻ്റെ കാർഡുണ്ട്. അത് എമർജൻസി നമ്മുടെ നാട്ടിൽ ട്രെയിനുള്ളത് പോലെ ചെയ്തുവരിക്കുന്നില്ല അതിൻ്റെ സിസ്റ്റം. അടുത്ത സ്റ്റേഷൻ ഇപ്പോൾ സാബിക് സ്റ്റേഷൻ ആയിട്ടില്ല. സാബിക് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ അഫാൻ റോഡ് കഴിഞ്ഞാൽ പിന്നെ അതായത് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ നെക്സ്റ്റ് സ്റ്റേഷൻ അടുത്ത ലാസ്റ്റ് സ്റ്റേഷൻ. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് റിട്ടേൺ വരാം. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേഷൻ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ സിറ്റിയാണ്, അതായത് KFT. അപ്പോൾ KFT കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് അവിടുത്തെ ട്രെയിൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മത്ത പോകുന്നവർക്ക് മൻഫ പിന്നെ അബ്ദുൽ അസീസ് സ്റ്റേഷനിലേക്ക് ലാസ്റ്റ് വരെ പോകാൻ പറ്റും. ട്രെയിൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ സിറ്റിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ സിറ്റിയിൽ നിന്ന് നേരെ പിന്നെ മൻഫ ആ ഭാഗത്തേക്കുള്ള പോകുന്ന എക്സ്പ്ലോർ ചെയ്യാം. next station, KAFD, Kinambo Financial District. Destination. കാണുന്ന കേട്ടോ കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു ലോകം തന്നെയാണത്. ഏകദേശം പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര വൈബ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര രസം വെച്ചാൽ നല്ല വൈബുണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ. അതിനകത്തുള്ള ഒരു എക്സ്പ്ലോറേഷൻ ചെയ്യേണ്ടത് നമുക്ക്. നമ്മളിപ്പോൾ കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൻ്റെ സ്റ്റേഷനിലേക്ക് ഏകദേശം എത്താറായി. കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് തന്നെ സ്റ്റേഷനെത്തി, അതായത് KAFD സ്റ്റേഷനെത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് നമുക്ക് അടുത്ത നല്ല കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് സ്റ്റേഷൻ. അതിൻ്റെ സീറ്റിംഗ് ഉണ്ടോ? നല്ല അടിപൊളി സീറ്റിംഗ് ആണ്. ഇത് നല്ല ഫൈബറാണ് എന്നല്ല തകര നല്ല അടിപൊളി ഗോൾഡൻ കളറും കൊടുത്ത് നല്ല രസമുണ്ട് അതിൻ്റെ. ഇതിപ്പോൾ വീട്ടിലേക്ക് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ ചേഞ്ച് ചെയ്തിട്ടാണ് അടുത്തുള്ള ഡെസ്റ്റിനേഷനിൽ പോകുന്നുണ്ടെങ്കിൽ ട്രെയിൻ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഉസ്മാൻ അഫാൻ റോഡിൽ പോകാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് കയറിയിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ സിംഗിളിൻ്റെ ഫാമിലി സെക്ഷനൊക്കെ വേറെ പറയാം കേട്ടോ. നമുക്ക് ഈ സിറ്റിങ്ങിൽ ഇരിക്കാം. പക്ഷേ നല്ല ചെയർ ടൈപ്പാണ്. ഇതിലിരിക്കാം. ഇത് ഫാമിലി സെക്ഷനാണ് കേട്ടോ. പിന്നിൽ നമുക്ക് ഇതിലുള്ളത് ഫാമിലി സെക്ഷനാണ്. ആ സൈഡിലെ സിറ്റിംഗ് ഉള്ളത് അത് പിന്നെ സീനിയർ സിറ്റിസൺ, അതായത് ട്രാവലർക്ക്. ഇപ്പോൾ പെണ്ണിരിക്കുന്നത് അത് വികലാംഗർക്കുള്ളതെന്ന് തോന്നിട്ടാണ് ഇവിടെ. പിന്നെ അതിനപ്പുറത്ത് ലഗേജ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ സിറ്റിയിലെ സ്റ്റേഷനിലാണുള്ളത്. ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് നേരെ പോകുന്നത് ക്രോസ് ചെയ്ത് ഇപ്പോൾ വിടും. ഇപ്പോൾ ഉസ്മാൻ അഫാൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം. Train and the platform. ഇവരെ യൂണിഫോം ഉണ്ടല്ലോ, ഇവർ ഇൻസ്ട്രക്ഷന്മാർ, അതായത് ട്രെയിനിൻ്റെ യൂണിഫോം ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ്. ഇത് ട്രെയിനകത്ത് എന്നും ഉണ്ടാവും എല്ലാ ടൈമിലാണ്. ലഗേജ് വെക്കുന്ന ഒരു സ്പേസാണ് അവിടെ. അപ്പോൾ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് ആ
ഓപ്ഷനിൽ തന്നെ അവിടെ തന്നെ ലഗേജ് വെക്കണം. കാരണം വെച്ചാൽ ലഗേജ് കൊണ്ട് ട്രെയിനകത്ത് നടക്കാൻ പാടില്ല. ലഗേജ് എവിടെ വെക്കേണ്ടത് അതിൻ്റെ സ്പോട്ടിൻ്റെ അവിടെ തന്നെ ലഗേജ് വെക്കണം. നോ സ്മോക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി ക്യാമറ എല്ലായിടത്തും ഉണ്ട്. സെക്യൂരിറ്റി ക്യാമറ എല്ലായിടത്തും ഉണ്ട്. ഇത് എമർജൻസി ആയിട്ട് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യാം. ഇത് എമർജൻസി ആയിട്ട് നമുക്ക് സംസാരിച്ചാൽ നമ്മുടെ മൊബൈലിൽ സംസാരിക്കാൻ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് നമ്മുടെ സ്റ്റേഷനായിട്ട് ഫ്ലാഷ് ആകുന്നുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ റോഡാണ് നമുക്ക് ഇറങ്ങുന്നത്. ഫ്ലാഷ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേഷൻ. നെക്സ്റ്റ് വെച്ചാൽ ഇത് കേവഡിയിൽ സ്റ്റാർട്ടായത് ഇപ്പോൾ അൽറാബി, ഇത് ഉസ്മാൻ അഫ്ഫാൻ, പിന്നെ സാബിക്ക്, അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടെർമിനൽ 5 അതായത് എയർപോർട്ടിലായിട്ട്. അതിൻ്റെ ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ ഒരുപാട് ട്രാഫിക് കുറയുണ്ട്. പിന്നെ മെട്രോ ഏകദേശം ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ട്രാഫിക്കിന് ഒരുപാട് മാറ്റം ഉണ്ടാവും. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം എത്താനായി. ഇത് എക്സിറ്റ് 7 ആട്ടില്ല. എക്സിറ്റ് 7 എക്സിറ്റ് 6 ഇടയിലുള്ള അയൽവാദി ആ സ്ഥലമാണ് ട്രെയിനിൻ്റെ മേലെ നിന്ന് നമ്മൾ കാണുന്നുള്ളത്. നമ്മളെ വണ്ടി അങ്ങ് കാണുന്നുണ്ടോ? ലാസ്റ്റ് കാണുന്നുണ്ട്. المحطة التالية هي طريق عثمان بن عفان. നമ്മളെ വണ്ടി ستفتح أبواب ഒറ്റ الجانب. കിട്ടുന്നുണ്ട്. Next station بين الرصيف والقطار. Mind the gap between the train and the platform. ഉസ്മാൻ അഫ്ഫാൻ അതിലാണോ? ഇല്ല, ഇതിലിറങ്ങാം. മെട്രോ സ്റ്റേഷനിൽ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റിന് നേരെ പുറത്ത് തന്നെയാണ്. ഇത് ലിഫ്റ്റാണ്. ലിഫ്റ്റിന് നേരെ പുറത്ത് തന്നെ മെയിൽ ടോയ്ലറ്റ് ഉണ്ട്. മെട്രോ സ്റ്റേഷനകത്തുള്ള ടോയ്ലറ്റ്. ഇത് മെയിൽ ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. ഹായ്. അതായത് ടോയ്ലറ്റ് ടിഷ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ ലിക്വിഡ് ഉണ്ട്. പേഷ്യൻ്റ് ഇവിടെ ടിഷ്യൂ ഉണ്ട്. നല്ല സൗകര്യമുണ്ട് കേട്ടോ. വലിയ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റിൽ. അപ്പോൾ ചങ്ങായിമാർ, ഇതായിരുന്നു മെട്രോ ട്രെയിനിൻ്റെ എക്സ്പ്ലോർ. ട്രെയിൻ പോയി കേട്ടോ. ട്രെയിൻ അതാ പോകുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയ ട്രെയിനാണ് പോകുന്നുള്ളത്. അപ്പോൾ മെട്രോ ട്രെയിനിൻ്റെ ഇനിയും കാഴ്ചകൾ നമുക്ക് കാണാം. കാരണം നല്ല അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. മെട്രോ ട്രെയിൻ എന്ന് വെച്ചാൽ വലിയ ട്രെയിനല്ല, 2 ബോഗിയുള്ള ട്രെയിനാണ്. പിന്നെ നല്ല സൗകര്യമുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന വിദേശികൾക്ക് തന്നെയാണ്. എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ടാക്സിക്കൊന്നും പൈസ കൊടുത്ത് കളയാതെ, കൂടുതൽ പൈസ കൊടുത്ത് കളയാതെ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് റിയാദിൻ്റെ പല ഭാഗത്തേക്കും ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അതായത് മെട്രോ സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്തിട്ടായിട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അത് ചെറിയ നമുക്ക് 4 റിയാൽ നമുക്ക് 2 മണിക്കൂർ 4 റിയാൽ കൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. പിന്നെ അത് കൂടാതെ കൂടുതൽ ലഗേജ് പിന്നെ വലിയ ബോക്സ് ആക്കി എടുത്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ട്രോളി, അതായത് ഏകദേശം ഒരു 30 കിലോൻ്റെ ട്രോളിയൊക്കെ പ്രശ്നമില്ല. അതിൽ ലഗേജ് പിന്നെ വെക്കാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്തുണ്ട്. അതിലായിരുന്നു ഇതിൻ്റെ കാഴ്ചകൾ. നമുക്ക് ഇനിയും ഒരുപാട് മെട്രോൻ്റെ വിവരങ്ങളായിട്ട് വരാം. പുറത്ത് വരായിട്ട് നമുക്ക് കാണാം.